കൊച്ചിയിൽ പനിബാധിതരുടെ എണ്ണത്തിൽ നല്ല വർധനവുണ്ട് കേട്ടോ. വെസ്റ്റ് നൈൽ പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ്. 20-ൽ അധികം പേർക്ക് ഇതുവരെ വെസ്റ്റ് നൈൽ പനി ബാധിച്ചു എന്ന റിപ്പോർട്ടുകൾ. ഈ മാസം ആദ്യ 9 ദിവസത്തിനിടയിൽ മാത്രം 200 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. സഹിൻ ആന്റണി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ പനിബാധ ആശങ്കയായി തന്നെ തുടരുന്നു അല്ലെ? എന്താണ് ആരോഗ്യ വകുപ്പിന്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ? സേതു, ഗുഡ് മോർണിംഗ് സേതു. സേതു, അത് പരിബാധിതരുടെ എണ്ണം വ്യാപകമായി കൂടുന്ന ഒരു സാഹചര്യമാണ് കൊച്ചിയിൽ ആകമാനമുള്ളത്. പ്രത്യേകിച്ചും കൊതുക് മൂലം പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കൂടാതെ ഈ 9 ദിവസങ്ങളിൽ, ആദ്യത്തെ 9 ദിവസങ്ങളിൽ 200-ലധികം പേർക്കാണ് ഡെങ്കുപ്പനി ബാധിച്ചിരിക്കുന്നത്. അത് സർക്കാർ ആശുപത്രികളിലെ കണക്കാണ്. സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കണക്കുകൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വെസ്റ്റ് നൈൽ പനി ബാധിച്ച ആളുകളുടെ 20-ലധികം ആളുകൾക്ക് വെസ്റ്റ് നൈൽ പനി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് വെസ്റ്റ് നൈൽ പനി ബാധിച്ച 2 പേർ എറണാകുളം ജില്ലയിൽ മരണപ്പെട്ടിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെസ്റ്റ് നൈൽ പനി പോലെയുള്ള പനികളെ ആളുകൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊതുകടി കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കാര്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൊതുകിൻ്റെ ക്രമാതീതമായ വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. സേതു. ഓക്കെ സഹിൻ, ശരി.